ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എവരിഡേ ഐം കാൽക്കുലേറ്റിംഗ്. PSC ബുള്ളറ്റിനിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള GK ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായി പോകുന്നത്. PSC നിരന്തരം ആവർത്തിച്ച് ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, നളചരിതം ആട്ടക്കഥ രചിച്ചത് ഉണ്ണായി വാര്യരാണ്. നളചരിതം ആട്ടക്കഥ രചിച്ചത് ഉണ്ണായി വാര്യർ. നാലുകെട്ട് രചിച്ചത് MT വാസുദേവൻ നായരാണ്. നാലുകെട്ട് രചിച്ചത് MT വാസുദേവൻ നായർ. നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കർണാലിലാണ്. നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? കർണാൽ. നിശാന്തതയുണ്ടാകുന്നത് ഏത് വിറ്റാമിന്റെ കുറവ് മൂലമാണ്? വിറ്റാമിൻ എയുടെ കുറവ് മൂലം. നിശാന്തതയുണ്ടാകുന്നത് വിറ്റാമിൻ എയുടെ കുറവ് മൂലമാണ്. പച്ച നിറമുള്ള ഡിസ്ചാർജ് ലാമ്പിൽ നിറച്ചിരിക്കുന്ന വാതകം ക്ലോറിനാണ്. പച്ച നിറമുള്ള ഡിസ്ചാർജ് ലാമ്പിൽ നിറച്ചിരിക്കുന്ന വാതകം ക്ലോറിനാണ്. പറക്കുന്ന സസ്തനിയാണ് വവ്വാൽ. പറക്കുന്ന സസ്തനിയാണ് വവ്വാൽ. പാലിന്റെ ഗുണനിലവാരം അളക്കാൻ ഉപയോഗിക്കുന്നത് ലാക്ടോമീറ്റർ ആണ്. പാലിന്റെ ഗുണനിലവാരം അളക്കാൻ ഉപയോഗിക്കുന്നത് ലാക്ടോമീറ്റർ. പാകിസ്ഥാന്റെ തലസ്ഥാനമാണ് ഇസ്ലാമാബാദ്. പാകിസ്ഥാന്റെ തലസ്ഥാനമാണ് ഇസ്ലാമാബാദ്. പാചകം ചെയ്യുമ്പോൾ ധരിക്കാൻ ഏറ്റവും അനുയോജ്യമായ വസ്ത്രം പരുത്തി വസ്ത്രമാണ്. പാചകം ചെയ്യുമ്പോൾ ധരിക്കാൻ ഏറ്റവും അനുയോജ്യമായ വസ്ത്രം പരുത്തിയാണ്. പിസയിലെ ചരിഞ്ഞ ഗോപുരം ഏത് രാജ്യത്താണ്? ഇറ്റലിയിലാണ്. പിസയിലെ ചരിഞ്ഞ ഗോപുരം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഇറ്റലിയാണ്. പണ്ഡിറ്റ് രവിശങ്കറുമായി ബന്ധപ്പെട്ട സംഗീത ഉപകരണമാണ് സിത്താർ. പണ്ഡിറ്റ് രവിശങ്കറുമായി ബന്ധപ്പെട്ട സംഗീത ഉപകരണമാണ് സിത്താർ. ഫൗണ്ടൻ പേന കണ്ടുപിടിച്ചത് വാട്ടർമാൻ ആണ്. ഫൗണ്ടൻ പേന കണ്ടുപിടിച്ചത് വാട്ടർമാൻ. പ്രഥമ ആധുനിക ഒളിമ്പിക്സിന് വേദിയായത് ഏഥൻസ് ആണ്. പ്രഥമ ആധുനിക ഒളിമ്പിക്സിന് വേദിയായത് ഏഥൻസ് ആണ്. ബക്കിംഗ്ഹാം കൊട്ടാരം ആരുടെ വസതിയാണ്? ബ്രിട്ടീഷ് മൊണാർക്കിന്റെ. ബക്കിംഗ്ഹാം കൊട്ടാരം ആരുടെ വസതിയാണ്? ബ്രിട്ടീഷ് മൊണാർക്കിന്റെ. ബട്ടർഫ്ലൈ സ്ട്രോക്ക് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നീന്തലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ബട്ടർഫ്ലൈ സ്ട്രോക്ക് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നീന്തലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? കർണാടകത്തിലാണ്. ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കർണാടകത്തിലാണ്. ബർമയിലെ നാണയം ക്യാറ്റ് ആണ്. മ്യാൻമാറിലെ നാണയമാണ് ക്യാറ്റ്. ബാരോമീറ്റർ കണ്ടുപിടിച്ചത് ടോറിസെല്ലിയാണ്. ബാരോമീറ്റർ കണ്ടുപിടിച്ചത് ടോറിസെല്ലി. ബച്പൻ ബച്ചാവോ ആന്തോളന് തുടക്കമിട്ടത് കൈലാഷ് സത്യാർത്ഥിയാണ്. ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയ്ക്ക് തുടക്കമിട്ടത് കൈലാഷ് സത്യാർത്ഥിയാണ്. ബുദ്ധന് ദിവ്യജ്ഞാനം ലഭിച്ച സ്ഥലമാണ് ബോധ് ഗയ. ബുദ്ധന് ദിവ്യജ്ഞാനം ലഭിച്ച സ്ഥലമാണ് ബോധ് ഗയ. ബ്ലൂ മൗണ്ടൻസ് എന്നറിയപ്പെടുന്നത് നീലഗിരിയാണ്. ബ്ലൂ മൗണ്ടൻസ് എന്നറിയപ്പെടുന്നത് നീലഗിരി. ഭാരത സർക്കാർ സിനിമയെ വ്യവസായമായി അംഗീകരിച്ച വർഷം 2001 ആണ്. ഇന്ത്യൻ സർക്കാർ സിനിമയെ വ്യവസായമായി അംഗീകരിച്ച വർഷം 2001 ആണ്. ഭൂമിയിൽ നിന്നും നോക്കുമ്പോൾ ചന്ദ്രോപരിതലത്തിന്റെ ഒരു ഭാഗമേ കാണാനാകൂ. ഏത് ബഹിരാകാശ വാഹനമാണ് ആദ്യമായി ചന്ദ്രന്റെ മറുഭാഗത്തിന്റെ ചിത്രമെടുത്തത്? ലൂണ 3 ആണ്. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രോപരിതലത്തിന്റെ ഒരു ഭാഗമേ കാണാനാകൂ. ഏത് ബഹിരാകാശ വാഹനമാണ് ആദ്യമായി ചന്ദ്രന്റെ മറുഭാഗത്തിന്റെ ചിത്രം എടുത്തത്? ലൂണ 3 ആണ്. ഭൂമിയുടെ ഭ്രമണപഥത്തിൽ ആദ്യമായി സ്ഥാപിച്ച ബഹിരാകാശ കേന്ദ്രം സല്യൂട്ട് 1 ആണ്. ഭൂമിയുടെ ഭ്രമണപഥത്തിൽ
ആദ്യമായി സ്ഥാപിച്ച ബഹിരാകാശ കേന്ദ്രമാണ് സല്യൂട്ട് 1. ഭൂകമ്പ മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. ഭൂകമ്പ മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം. പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം. ട്രാൻസ്ഫോർമറിന്റെ പ്രവർത്തന തത്വമാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ട്രാൻസ്ഫോർമറിന്റെ പ്രവർത്തന തത്വമാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. പ്ലാസി യുദ്ധം നടന്ന വർഷം 1757. പ്ലാസി യുദ്ധം നടന്ന വർഷം 1757. മനുഷ്യ ശരീരത്തിന്റെ ഊഷ്മാവ് എത്ര ഫാരൻഹീറ്റ് ആണ്? 98.4 ഫാരൻഹീറ്റ്. മനുഷ്യ ശരീരത്തിന്റെ ഊഷ്മാവ് 98.4 ഫാരൻഹീറ്റ് ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയായ ഫീമർ എവിടെയാണ്? തുടയിലാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയായ ഫീമർ സ്ഥിതി ചെയ്യുന്നത് തുടയിലാണ്. മലബാറിൽ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം അനുവദിച്ച വർഷം 1947. മലബാറിൽ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം അനുവദിച്ച വർഷം 1947. മാലി എന്ന സാഹിത്യകാരന്റെ യഥാർത്ഥ പേര് മാധവൻ നായർ എന്നാണ്. മാലി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരനാണ് മാധവൻ നായർ. യക്ഷി എന്ന നോവൽ രചിച്ചത് മലയാറ്റൂർ രാമകൃഷ്ണനാണ്. യക്ഷി എന്ന നോവൽ രചിച്ചത് മലയാറ്റൂർ രാമകൃഷ്ണൻ. ആവിയന്ത്രം കണ്ടുപിടിച്ചത് ജെയിംസ് വാട്ട് ആണ്. ആവിയന്ത്രം കണ്ടുപിടിച്ചത് ജെയിംസ് വാട്ട്. യൂറി ഗഗാറിൻ ഏത് രാജ്യക്കാരനാണ്? മുൻ സോവിയറ്റ് യൂണിയൻകാരനാണ്. യൂറി ഗഗാറിൻ ഏത് രാജ്യക്കാരനാണ്? മുൻ സോവിയറ്റ് യൂണിയൻകാരൻ. യൂറോപ്പിന്റെ കളിസ്ഥലം എന്നറിയപ്പെടുന്ന രാജ്യം സ്വിറ്റ്സർലൻഡ് ആണ്. യൂറോപ്പിന്റെ കളിസ്ഥലം എന്നറിയപ്പെടുന്ന രാജ്യമാണ് സ്വിറ്റ്സർലൻഡ്. ഇനി ഞാൻ ഉറങ്ങട്ടെ രചിച്ചത് പി.കെ. ബാലകൃഷ്ണനാണ്. ഇനി ഞാൻ ഉറങ്ങട്ടെ രചിച്ചത് പി.കെ. ബാലകൃഷ്ണൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപവൽകൃതമായ വർഷം 1885. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത് 1885. രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ച തീയതി 1945 സെപ്റ്റംബർ 2. രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ച തീയതി 1945 സെപ്റ്റംബർ 2. ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ന്യൂഡൽഹിയിൽ. ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. ഇന്ത്യൻ റിപ്പബ്ലിക് ദിനം ജനുവരി 26. ഇന്ത്യൻ റിപ്പബ്ലിക് ദിനം ജനുവരി 26. ഇന്ത്യയിൽ ആണ്ടിലെ ഏറ്റവും നീളം കുറഞ്ഞ ദിവസം ഡിസംബർ 22. ഇന്ത്യയിൽ ആണ്ടിലെ ഏറ്റവും നീളം കുറഞ്ഞ ദിവസം ഡിസംബർ 22. ഇന്ത്യയിൽ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12. ഇന്ത്യയിൽ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12. ഏറ്റവും വലിയ തടാകമാണ് കാസ്പിയൻ കടൽ. ഏറ്റവും വലിയ തടാകം കാസ്പിയൻ കടൽ. ഏറ്റവും കൂടുതൽ രേഖാംശ രേഖ കടന്നു പോകുന്ന വൻകര അന്റാർട്ടിക്കയാണ്. ഏറ്റവും കൂടുതൽ രേഖാംശ രേഖകൾ കടന്നു പോകുന്ന വൻകര അന്റാർട്ടിക്കയാണ്. ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ശുക്രൻ. ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ശുക്രൻ. ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് യാങ്സി. ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ നദി യാങ്സിയാണ്. ഏതു രാജ്യത്തെ ലിപിയായിരുന്നു ഹൈറോഗ്ലിഫിക്സ്? ഈജിപ്തിലെ. ഏതു രാജ്യത്തെ ലിപിയായിരുന്നു ഹൈറോഗ്ലിഫിക്സ്? ഈജിപ്ത്. ഏത് അനുച്ഛേദമാണ് സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡ് ആയിരിക്കും എന്ന് പ്രതിപാദിക്കുന്നത്? 129 അനുച്ഛേദം.
ഏത് അനുച്ഛേദമാണ് സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡ് ആയിരിക്കും എന്ന് പ്രതിപാദിക്കുന്നത്? 129 അനുച്ഛേദം. ഇന്ത്യയിൽ റെയിൽവേ കൊണ്ടുവന്ന ഗവർണർ ജനറലാണ് ഡൽഹൌസി. ഇന്ത്യയിൽ റെയിൽവേ കൊണ്ടുവന്ന ഗവർണർ ജനറൽ ഡൽഹൌസിയാണ്. ഇന്ത്യയിൽ തേയിലയും കാപ്പിയും കൃഷി ചെയ്യുന്ന പ്രദേശം ദക്ഷിണേന്ത്യയാണ്. ഇന്ത്യയിൽ തേയിലയും കാപ്പിയും കൃഷി ചെയ്യുന്ന പ്രദേശം ദക്ഷിണേന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഇന്ത്യൻ റെയിൽവേ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യയിൽ ശിശുദിനമായി ആചരിക്കുന്നത് നവംബർ 14 ദേശീയ ശിശുദിനമായി ആചരിക്കുന്നത് നവംബർ 14. ഇന്ത്യയുടെ പൂന്തോട്ടം എന്നറിയപ്പെടുന്നത് കാശ്മീരാണ്. ഇന്ത്യയുടെ പൂന്തോട്ടം എന്നറിയപ്പെടുന്നത് കാശ്മീർ. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വസ്തുവാണ് ഹീമോഗ്ലോബിൻ. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വസ്തു ഹീമോഗ്ലോബിൻ ആണ്. ഇരുണ്ട ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് ആഫ്രിക്കയാണ്. ഇരുണ്ട ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് ആഫ്രിക്ക. രാത്രിയുടെയും പകലിന്റെയും നീളം തുല്യമാകുന്നത് സൂര്യൻ ഡാഷ് രേഖയ്ക്ക് മുകളിൽ വരുമ്പോഴാണ്. ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ വരുമ്പോൾ. രാത്രിയുടെയും പകലിന്റെയും നീളം തുല്യമാകുന്നത് സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ വരുമ്പോഴാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം 1600 ആണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം 1600. ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് മിഹിർ സെൻ. ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ മിഹിർ സെൻ ആണ്. റെഫ്രിജറേറ്ററിൽ ഉപയോഗിക്കുന്ന വാതകം ഫ്രിയോൺ ആണ്. റെഫ്രിജറേറ്ററിൽ ഉപയോഗിക്കുന്ന വാതകമാണ് ഫ്രിയോൺ. റിപ്പബ്ലിക് ദിന പരേഡ് ഡൽഹിയിലെ എവിടെയാണ് നടക്കുന്നത്? രാജ്പഥിൽ. റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്നത് ഡൽഹിയിലെ രാജ്പഥിലാണ്. റിവോൾവർ കണ്ടുപിടിച്ചത് സാമുവൽ കോൾട്ട് ആണ്. റിവോൾവർ കണ്ടുപിടിച്ചത് സാമുവൽ കോൾട്ട്. എനിക്ക് ജീവിതത്തിൽ 3 സാധനങ്ങളെ ആവശ്യമുള്ളൂ. അവ പുസ്തകങ്ങൾ, 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 ഇവ മാത്രം. ഇതാരുടെ വാക്കുകളാണ്? ടോൾസ്റ്റോയിയുടെ വാക്കുകളാണ്. എനിക്ക് ജീവിതത്തിൽ 3 സാധനങ്ങളെ ആവശ്യമുള്ളൂ. അവ പുസ്തകങ്ങൾ, 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 ഇവ മാത്രം എന്ന് പറഞ്ഞത് ടോൾസ്റ്റോയി ആണ്. എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ബചേന്ദ്രി പാൽ ആണ്. എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് ബചേന്ദ്രി പാൽ. ഏറ്റവും ഭാരം കുറഞ്ഞ വാതകമാണ് ഹൈഡ്രജൻ വാതകം. ഏറ്റവും ഭാരം കുറഞ്ഞ വാതകം ഹൈഡ്രജൻ വാതകമാണ്. ഏത് അനുച്ഛേദം പ്രകാരമാണ് UPSC ചെയർമാനും അംഗങ്ങളും നിയമിക്കപ്പെടുന്നത്? 316 അനുച്ഛേദം പ്രകാരം. ഏത് അനുച്ഛേദം പ്രകാരമാണ് UPSC ചെയർമാനും അംഗങ്ങളും നിയമിക്കപ്പെടുന്നത്? 316 അനുച്ഛേദ പ്രകാരം. ഏത് വൈസ്രോയിയുടെ കാലത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ റെഗുലർ സെൻസസ് നടന്നത്? റിപ്പൺ പ്രഭുവിന്റെ കാലത്താണ്. ഏത് വൈസ്രോയിയുടെ കാലത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ റെഗുലർ സെൻസസ് നടന്നത്? റിപ്പൺ പ്രഭുവിന്റെ കാലത്ത് 1881 ഇന്ത്യയിലെ ആദ്യത്തെ റെഗുലർ സെൻസസ് നടന്നത്. ഏത് കേസിലാണ് ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് കോടതി വിധിച്ചത്? 1973 കേശവാനന്ദ ഭാരതി കേസിന്റെ ഭാഗമായി. ഏത് കേസിലാണ് ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് കോടതി വിധിച്ചത്? കേശവാനന്ദ ഭാരതി കേസ് 1973. വധശിക്ഷ വിധിക്കാൻ അധികാരപ്പെട്ട ട്രയൽ കോടതി സെഷൻസ് കോടതിയാണ്. വധശിക്ഷ വിധിക്കാൻ അധികാരപ്പെട്ട ട്രയൽ കോടതി സെഷൻസ് കോടതി. 1 ടൺ എത്ര കിലോഗ്രാം ആണ്? 1000 കിലോഗ്രാം. 1000 കിലോഗ്രാം ചേരുന്നതാണ് 1 ടൺ. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് എവിടെയാണ്? ന്യൂഡൽഹി. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. ഓസ്ട്രേലിയയുടെ തലസ്ഥാനമാണ് കാൻബറ. ഓസ്ട്രേലിയയുടെ തലസ്ഥാനം കാൻബറയാണ്. ശിലാക്ഷേത്രങ്ങൾക്ക് പ്രസിദ്ധമായ തമിഴ്നാട്ടിലെ തീരപട്ടണമാണ് മഹാബലിപുരം.
ശിലാക്ഷേത്രങ്ങൾക്ക് പ്രസിദ്ധമായ തമിഴ്നാട്ടിലെ തീരപട്ടണമാണ് മഹാബലിപുരം. ക്യൂബ കണ്ടെത്തിയത് കൊളംബസ് ആണ്. 1492 ക്യൂബ കണ്ടെത്തിയത് കൊളംബസ് ആണ്. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം നടന്ന വർഷം 1942 ആണ്. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം നടന്ന വർഷം 1942. ഗൾഫ് രാജ്യങ്ങളിൽ ദ്വീപ് ബഹറിനാണ്. ഗൾഫ് രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ദ്വീപ് ബഹറിനാണ്. സമുദ്രജല പ്രവാഹങ്ങളെ കുറിച്ച് ആദ്യമായി പഠനം നടത്തിയത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ്. സമുദ്രജല പ്രവാഹങ്ങളെ കുറിച്ച് ആദ്യമായി പഠനം നടത്തിയത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ്. സർവോദയ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ജയപ്രകാശ് നാരായൺ. സർവോദയ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ജയപ്രകാശ് നാരായൺ ആണ്. ഗവർണറെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ്. ഗവർണറെ നിയമിക്കുന്നത് പ്രസിഡന്റ്. ഗാന്ധി സിനിമ സംവിധാനം ചെയ്തത് റിച്ചാർഡ് അറ്റൻബറോയാണ്. ഗാന്ധി സിനിമ സംവിധാനം ചെയ്തത് റിച്ചാർഡ് അറ്റൻബറോ. സിംബാബ്വേയുടെ പഴയ പേര് സതേൺ റൊഡേഷ്യ എന്നാണ്. സിംബാബ്വേയുടെ പഴയ പേര് സതേൺ റൊഡേഷ്യ. സിംല കരാറിൽ ഒപ്പുവെച്ചത് സുൽഫിക്കർ അലി ഭൂട്ടോയും ഇന്ദിരാഗാന്ധിയും ചേർന്നിട്ടാണ്. സിംല കരാറിൽ ഒപ്പുവെച്ചത് സുൽഫിക്കർ അലി ഭൂട്ടോയും ഇന്ദിരാഗാന്ധിയും. സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന പുസ്തകം എഴുതിയത് ഡൊമിനിക് ലാംബിയറും ലാറി ക്ലോളിൻസും ചേർന്നിട്ടാണ്. സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന പുസ്തകം എഴുതിയത് ഡൊമിനിക് ലാംബിയറും ലാറി കോളിൻസും ചേർന്നിട്ടാണ്. സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകനായിരുന്ന വാഞ്ചി അയ്യർ എന്ന യുവ വിപ്ലവകാരി തിരുനെൽവേലി ജില്ലാ കളക്ടറായിരുന്ന റോബർട്ട് വില്യം ആഷിനെ വെടിവെച്ചു കൊലപ്പെടുത്തിയ വർഷം 1911 ആണ്. സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകനായിരുന്ന വാഞ്ചി അയ്യർ എന്ന യുവ വിപ്ലവകാരി തിരുനെൽവേലി ജില്ലാ കളക്ടറായിരുന്ന റോബർട്ട് വില്യം ആഷിനെ വെടിവെച്ചു കൊലപ്പെടുത്തിയ വർഷം 1911 ആണ്. സ്വതന്ത്ര ഇന്ത്യ ഏതിനത്തിലാണ് ആദ്യത്തെ ഒളിമ്പിക് മെഡൽ നേടിയത്? ഹോക്കിയിൽ. സ്വതന്ത്ര ഇന്ത്യ ഏതിനത്തിലാണ് ആദ്യത്തെ ഒളിമ്പിക് മെഡൽ നേടിയത്? ഹോക്കിയിൽ. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ജാതി സെൻസസ് നടന്ന വർഷം 2012 ആണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ജാതി സെൻസസ് നടന്ന വർഷം 2012. ഹാങ്ങിങ് ഗാർഡൻ എവിടെയായിരുന്നു? ബാബിലോണിലാണ്. ഹാങ്ങിങ് ഗാർഡൻ സ്ഥിതി ചെയ്തത് ബാബിലോണിലാണ്. സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ മലയാളി വനിത ജസ്റ്റിസ് എം ഫാത്തിമ ബീവിയാണ്. സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യത്തെ മലയാളി വനിത ജസ്റ്റിസ് എം ഫാത്തിമ ബീവി. ഗുൽമാർഗ് സുഖവാസ കേന്ദ്രം ഏത് സംസ്ഥാനത്തിലാണ്? ജമ്മു കാശ്മീരിലാണ്. ഗുൽമാർഗ് സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലാണ്. സൂക്ഷ്മ വസ്തുക്കളെ വലുതായി കാണുവാനുള്ള ഉപകരണമാണ് മൈക്രോസ്കോപ്പ്. സൂക്ഷ്മ വസ്തുക്കളെ വലുതായി കാണുവാനുള്ള ഉപകരണമാണ് മൈക്രോസ്കോപ്പ്. സ്ഫിങ്സ് ഏത് രാജ്യത്താണ്? ഈജിപ്തിലാണ്. സ്ഫിങ്സ് ഏത് രാജ്യത്താണ്? ഈജിപ്തിൽ. സ്കൗട്ട് പ്രസ്ഥാനം സ്ഥാപിച്ചത് ബേഡൻ പൗവൽ ആണ്. സ്കൗട്ട് പ്രസ്ഥാനം സ്ഥാപിച്ചത് ബേഡൻ പൗവൽ. സംഘടനകൾ സ്ഥാപിക്കുന്നതിനുള്ള ഇന്ത്യൻ പൗരന്റെ അവകാശത്തെക്കുറിച്ച് എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? അനുച്ഛേദം 19(1) സിയിൽ. സംഘടനകൾ സ്ഥാപിക്കുന്നതിനുള്ള ഇന്ത്യൻ പൗരന്റെ അവകാശത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് അനുച്ഛേദം 19(1) സിയിൽ. സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ്. സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ മുഖ്യമന്ത്രി. ഗണദേവത രചിച്ചത് താരാശങ്കർ ബാനർജിയാണ്. ഗണദേവത രചിച്ചത് താരാശങ്കർ ബാനർജി. ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ ബഹിരാകാശ സഞ്ചാരി നീൽ ആംസ്ട്രോങ് ആണ്. ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരിയാണ് നീൽ ആംസ്ട്രോങ്. ചായ കണ്ടുപിടിച്ച രാജ്യം ചൈനയാണ്. ചായ കണ്ടുപിടിച്ച രാജ്യം
ചൈന. ചിന്താവിഷ്ടയായ സീത ആരുടെ കൃതിയാണ്? കുമാരനാശാന്റെ കൃതി. ചിന്താവിഷ്ടയായ സീത രചിച്ചത് കുമാരനാശാനാണ്. ജനാധിപത്യത്തിന്റെ തൊട്ടിൽ എന്നറിയപ്പെടുന്നത് ഗ്രീസ് ആണ്. ജനാധിപത്യത്തിന്റെ തൊട്ടിൽ എന്നറിയപ്പെടുന്നത് ഗ്രീസ്. ജവഹർലാൽ നെഹ്റു അന്തരിച്ചത് 1964 മെയ് 27-നാണ്. ജവഹർലാൽ നെഹ്റു അന്തരിച്ചത് 1964 മെയ് 27-നാണ്. GSTയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതിയാണ് 101-ാം ഭേദഗതി. GSTയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതിയാണ് 101-ാം ഭേദഗതി. ഞരമ്പുകളുടെ പഠനം സംബന്ധിച്ച ശാസ്ത്രശാഖയാണ് ന്യൂറോളജി. ഞരമ്പുകളുടെ പഠനം സംബന്ധിച്ച ശാസ്ത്രശാഖയാണ് ന്യൂറോളജി. പൊന്നി എന്ന നോവൽ രചിച്ചത് മലയാറ്റൂർ രാമകൃഷ്ണനാണ്. പൊന്നി എന്ന നോവൽ രചിച്ചത് മലയാറ്റൂർ രാമകൃഷ്ണൻ. ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ എവിടെയാണ്? ആലുവയിൽ. ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ സ്ഥിതി ചെയ്യുന്നത് ആലുവയിലാണ്. ലേ മിറാബ്ലെ രചിച്ചത് വിക്ടർ ഹ്യൂഗോയാണ്. പാവങ്ങൾ എന്നറിയപ്പെടുന്ന ലേ മിറാബ്ലെ രചിച്ചത് വിക്ടർ ഹ്യൂഗോയാണ്. ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ന്യൂയോർക്കിലാണ്. ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ന്യൂയോർക്കിലാണ്. സെൻട്രൽ ഡ്രഗ്സ് ലബോറട്ടറി എവിടെയാണ്? കൊൽക്കത്തയിൽ. സെൻട്രൽ ഡ്രഗ്സ് ലബോറട്ടറി സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിൽ. ബൈഫോക്കൽ ലെൻസ് കണ്ടുപിടിച്ചത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ്. ബൈഫോക്കൽ ലെൻസ് കണ്ടുപിടിച്ചത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. മൈദാമാവിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ ഗ്ലൂട്ടൺ ആണ്. മൈദാമാവിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീനാണ് ഗ്ലൂട്ടൺ. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924 1925 വർഷകാലയളവിലാണ്. വൈക്കം സത്യാഗ്രഹം നടന്നത് 1924 1925 കാലയളവിൽ. ശൈവ പ്രകാശിക സഭ സ്ഥാപിച്ചത് തൈക്കാട് അയ്യയാണ്. ശൈവ പ്രകാശിക സഭ സ്ഥാപിച്ചത് തൈക്കാട് അയ്യ. സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിൽ. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. ചൈനയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് ഹൊയാങ് ഹോ. ചൈനയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഹൊയാങ് ഹോ നദിയാണ്. ലോകായുക്ത രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ആർക്കാണ്? ഗവർണർക്കാണ്. ലോകായുക്ത രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ഗവർണർക്കാണ്. ടൈ ബ്രേക്കർ ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോൾ. ടൈ ബ്രേക്കർ ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോൾ. നേപ്പാളിന്റെ തലസ്ഥാനം കാഠ്മണ്ഡു ആണ്. നേപ്പാളിന്റെ തലസ്ഥാനം കാഠ്മണ്ഡു. നോട്ട നടപ്പിലാക്കിയ ആദ്യത്തെ ഏഷ്യൻ രാജ്യം ബംഗ്ലാദേശ് ആണ്. നോട്ട നടപ്പിലാക്കിയ ആദ്യത്തെ ഏഷ്യൻ രാജ്യം ബംഗ്ലാദേശ് ആണ്. ഫോർവേഡ് ബ്ലോക്ക് രൂപവൽക്കരിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഫോർവേഡ് ബ്ലോക്ക് രൂപവൽക്കരിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. മേഘാലയ, മണിപ്പൂർ, ത്രിപുര ഹൈക്കോടതികൾ നിലവിൽ വന്ന വർഷം 2013 ആണ്. മേഘാലയ, മണിപ്പൂർ, ത്രിപുര ഹൈക്കോടതികൾ നിലവിൽ വന്ന വർഷം 2013. രോഗാണുബാധ കൂടാതെ കണ്ണിനുണ്ടാകുന്ന അസുഖമാണ് വെള്ളെഴുത്ത്. രോഗാണുബാധ കൂടാതെ കണ്ണിനുണ്ടാകുന്ന അസുഖമാണ് വെള്ളെഴുത്ത്. റോക്ക് ഗാർഡൻ എവിടെയാണ്? ചണ്ഡീഗഡിൽ. റോക്ക് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് ചണ്ഡീഗഡിലാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ പരമാധികാര രാഷ്ട്രം വത്തിക്കാനാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ പരമാധികാര രാഷ്ട്രം വത്തിക്കാൻ. മഹാത്മാഗാന്ധി വധിക്കപ്പെട്ടത് 1948 ജനുവരി 30-നാണ്. മഹാത്മാഗാന്ധി വധിക്കപ്പെട്ടത് 1948 ജനുവരി 30-നാണ്. നാഗാലാൻഡിന്റെ തലസ്ഥാനം കൊഹിമയാണ്. നാഗാലാൻഡിന്റെ തലസ്ഥാനം കൊഹിമ. പാകിസ്ഥാന്റെ ദേശീയ ഫലം പൈനാപ്പിൾ ആണ്. പാകിസ്ഥാന്റെ ദേശീയ ഫലം പൈനാപ്പിൾ.
പാതിരാ സൂര്യന്റെ നാട് നോർവേ. പാതിരാ സൂര്യന്റെ നാട് എന്നറിയപ്പെടുന്നത് നോർവേ ആണ്. പിക്വിക് പെപ്പേഴ്സ് രചിച്ചത് ചാൾസ് ഡിക്കൻസ് ആണ്. പിക്വിക് പെപ്പേഴ്സ് രചിച്ചത് ചാൾസ് ഡിക്കൻസ്. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി കരളാണ്. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി കരൾ. പുകയില വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് മെയ് 31. പുകയില വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് മെയ് 31. ഫിജിയുടെ തലസ്ഥാനം സുവ. ഫിജിയുടെ തലസ്ഥാനമാണ് സുവ. ഫത്തേപൂർ സിക്രി നിർമ്മിച്ച മുഗൾ ചക്രവർത്തി അക്ബർ ആണ്. ഫത്തേപൂർ സിക്രി നിർമ്മിച്ച മുഗൾ ചക്രവർത്തിയാണ് അക്ബർ. ബഹിരാകാശ ഗവേഷണ കേന്ദ്രം കേരളത്തിലെ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരം ജില്ലയിൽ. ബഹിരാകാശ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല തിരുവനന്തപുരം ജില്ലയാണ്. ബിഗ് ബെൻ ക്ലോക്ക് എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? ലണ്ടനിൽ. ബിഗ് ബെൻ ക്ലോക്ക് സ്ഥാപിച്ചിരിക്കുന്നത് ലണ്ടനിലാണ്. ബുദ്ധൻ ജനിച്ച സ്ഥലമാണ് ലുംബിനി. ബുദ്ധൻ ജനിച്ച സ്ഥലം ലുംബിനിയാണ്. ബംഗ്ലാദേശിന്റെ തലസ്ഥാനമാണ് ധാക്ക. ബംഗ്ലാദേശിന്റെ തലസ്ഥാനം ധാക്കയാണ്. പ്രസിദ്ധമായ റിലീഫ് ഓഫ് ലക്നൗ എന്ന പെയിന്റിംഗ് വരച്ചത് തോമസ് ജോൺസ് ബർക്കർ ആണ്. പ്രസിദ്ധമായ റിലീഫ് ഓഫ് ലക്നൗ എന്ന പെയിന്റിംഗ് വരച്ചത് തോമസ് ജോൺസ് ബർക്കർ. പ്രാദേശിക സമയത്തിൽ 2 മണിക്കൂർ വ്യത്യാസമുള്ള സ്ഥലങ്ങളുടെ രേഖാംശങ്ങൾ തമ്മിൽ എത്ര ഡിഗ്രി വ്യത്യാസമുണ്ടായിരിക്കും? 30 ഡിഗ്രി. പ്രാദേശിക സമയത്തിൽ 2 മണിക്കൂർ വ്യത്യാസമുള്ള സ്ഥലങ്ങളുടെ രേഖാംശങ്ങൾ തമ്മിൽ എത്ര ഡിഗ്രി വ്യത്യാസമുണ്ടായിരിക്കും? 30 ഡിഗ്രി. മഹാബലിപുരം ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്ടിൽ. മഹാബലിപുരം ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്ടിൽ. അമേരിക്കയിൽ അടിമത്തം നിരോധിച്ച വർഷം 1863 ആണ്. അമേരിക്കയിൽ അടിമത്തം നിരോധിച്ച വർഷം 1863 ആണ്. ശ്രീമൂലം പ്രജാസഭയിലെ ആദ്യത്തെ ഹരിജൻ അംഗമാണ് അയ്യൻകാളി. ശ്രീമൂലം പ്രജാസഭയിലെ ആദ്യത്തെ ഹരിജൻ അംഗമാണ് അയ്യൻകാളി. ശ്രീ ശങ്കരാചാര്യർ ജനിച്ച സ്ഥലം കാലടിയാണ്. ശങ്കരാചാര്യർ ജനിച്ച സ്ഥലം കാലടി. ഗ്രാൻഡ് കാന്യൺ ഏത് രാജ്യത്താണ്? USA. ഗ്രാൻഡ് കാന്യൺ ഏത് രാജ്യത്താണ്? USA. 1951 തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായി ഏത് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനാണ് ഡോക്ടർ അംബേദ്കർ തീരുമാനിച്ചത്? ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷന്റെ സ്ഥാനാർത്ഥിയായി. 1951 തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായി ഏത് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനാണ് ഡോക്ടർ BR അംബേദ്കർ തീരുമാനിച്ചത്? ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷന്റെ. 1956 മുൻപ് കേരളത്തിൽ ഉണ്ടായിരുന്ന 3 ഘടകങ്ങളാണ് തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിവ. 1956 മുൻപ് കേരളത്തിൽ ഉണ്ടായിരുന്ന 3 ഘടകങ്ങളാണ് തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിവ. മനുഷ്യ ഹൃദയത്തിൽ ഏത് അറയ്ക്കാണ് ഏറ്റവും കട്ടി കൂടിയ ഭിത്തി കാണപ്പെടുന്നത്? ഇടത് വെൻട്രിക്കിളിന്. മനുഷ്യ ഹൃദയത്തിൽ ഏത് അറയ്ക്കാണ് ഏറ്റവും കട്ടി കൂടിയ ഭിത്തി കാണപ്പെടുന്നത്? ഇടത് വെൻട്രിക്കിളിന്. അഫ്ഗാനിസ്ഥാന്റെ തലസ്ഥാനമാണ് കാബൂൾ. അഫ്ഗാനിസ്ഥാന്റെ തലസ്ഥാനം കാബൂൾ ആണ്. അർജുന അവാർഡ് ഏർപ്പെടുത്തിയ വർഷം 1961 ആണ്. അർജുന അവാർഡ് ഏർപ്പെടുത്തിയ വർഷമാണ് 1961. അഗർത്തല ഏതു സംസ്ഥാനത്തിന്റെ തലസ്ഥാനമാണ്? ത്രിപുരയുടെ. അഗർത്തല ഏത് സംസ്ഥാനത്തിന്റെ തലസ്ഥാനമാണ്? ത്രിപുര. അഗയാർ സമ്പ്രദായം ഏത് രാജവംശത്തിന്റെ പ്രത്യേകതയായിരുന്നു? വിജയനഗരത്തിന്റെ. അഗയാർ സമ്പ്രദായം ഏത് രാജവംശത്തിന്റെ പ്രത്യേകത ആയിരുന്നു? വിജയനഗരം. അസ്വാൻ ഡാം ഏത് രാജ്യത്താണ്? ഈജിപ്തിലാണ്. അസ്വാൻ ഡാം സ്ഥിതി ചെയ്യുന്നത് ഈജിപ്തിലാണ്. മിസോറാമിന്റെ തലസ്ഥാനം ഐസ്വാൾ ആണ്. മിസോറാമിന്റെ തലസ്ഥാനം ഐസ്വാൾ.
മുന്നോട്ടും പിന്നിലേക്കും പറക്കാൻ കഴിവുള്ള പക്ഷിയാണ് ഹമ്മിങ് ബേർഡ്. മുന്നോട്ടും പിന്നോട്ടും പറക്കാൻ കഴിവുള്ള പക്ഷിയാണ് ഹമ്മിങ് ബേർഡ്. മൂത്രത്തിൽ എത്ര ശതമാനം ഗ്ലൂക്കോസ് ഉണ്ട്? 0. മൂത്രത്തിൽ എത്ര ശതമാനം ഗ്ലൂക്കോസ് ഉണ്ട്? 0. അരോവില്ലെ എവിടെയാണ്? പുതുച്ചേരിയിലാണ്. അരോവില്ലെ എവിടെയാണ്? പുതുച്ചേരി. ആരുടെ കാലത്താണ് ഹുയാൻസാങ് ഇന്ത്യയിൽ വന്നത്? ഹർഷന്റെ കാലത്ത്. ആരുടെ കാലത്താണ് ഹുയാൻസാങ് ഇന്ത്യയിൽ വന്നത്? ഹർഷന്റെ കാലത്ത്. ആരുടെ ജീവചരിത്രമാണ് നവോത്ഥാനത്തിന്റെ സൂര്യ തേജസ്? കുറുമ്പൻ ദൈവത്താന്റെ ജീവചരിത്രം. ആരുടെ ജീവചരിത്രമാണ് നവോത്ഥാനത്തിന്റെ സൂര്യ തേജസ്? കുറുമ്പൻ ദൈവത്താന്റെ. ആസ്പിരിൻ ആദ്യമായി വേർതിരിച്ചെടുത്തത് ഹോഫ്മാൻ ആണ്. ആസ്പിരിൻ ആദ്യമായി വേർതിരിച്ചെടുത്തത് ഹോഫ്മാൻ. യുനെസ്കോയുടെ ആസ്ഥാനം പാരീസ് ആണ്. യുനെസ്കോയുടെ ആസ്ഥാനം പാരീസ്. യൂറോപ്പിലെ രോഗി എന്നറിയപ്പെടുന്ന രാജ്യം തുർക്കിയാണ്. യൂറോപ്പിലെ രോഗി എന്നറിയപ്പെടുന്ന രാജ്യം തുർക്കി. ആദ്യത്തെ മലയാള പത്രം രാജ്യസമാചാരമാണ്. ആദ്യത്തെ മലയാള പത്രം രാജ്യസമാചാരം. ഇന്ത്യ ആദ്യ കൃത്രിമോപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ച തീയതി 1975 ഏപ്രിൽ 19 ആണ്. ഇന്ത്യ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ച തീയതി 1975 ഏപ്രിൽ 19 ആണ്. ഇന്ത്യ ഡിവൈഡഡ് ആരുടെ കൃതിയാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ കൃതിയാണ് ഇന്ത്യ ഡിവൈഡഡ്. ഇന്ത്യ ഡിവൈഡഡ് എന്ന കൃതിയുടെ രചയിതാവ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ വർഷം 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയത് 1929 ലാഹോർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെട്ടത് സർദാർ പട്ടേലാണ്. ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെട്ടത് സർദാർ പട്ടേൽ. ഇന്ത്യയിൽ ഇൻഫർമേഷൻ ടെക്നോളജി നിയമം നിലവിൽ വന്ന തീയതി 2000 ഒക്ടോബർ 17 ആണ്. ഇന്ത്യയിൽ ഇൻഫർമേഷൻ ടെക്നോളജി നിയമം നിലവിൽ വന്ന തീയതി 2000 ഒക്ടോബർ 17. ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ച വർഷം 1858 ആണ്. ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ച വർഷം 1858 ആണ്. ഇന്ത്യയിൽ സുപ്രീം കോടതിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇന്ത്യയിൽ സുപ്രീം കോടതിയുടെ ആസ്ഥാനം ന്യൂഡൽഹി. റമിംഗ്ടൺ ഏതിന്റെ വ്യവസായ നാമമാണ്? ടൈപ്പ് റൈറ്ററിന്റെ. റമിംഗ്ടൺ എന്നത് ഏതിന്റെ വ്യവസായ നാമമാണ്? ടൈപ്പ് റൈറ്റർ. ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്ത്യൻ പള്ളി സ്ഥാപിച്ച സ്ഥലം കൊടുങ്ങല്ലൂരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്ത്യൻ പള്ളി സ്ഥാപിച്ച സ്ഥലം കൊടുങ്ങല്ലൂർ. ഇന്ത്യയിലെ ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ഏത് സംസ്ഥാനത്തിലാണ്? തമിഴ്നാട്ടിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ തമിഴ്നാട് സംസ്ഥാനത്തിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്കിംഗ് സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ച വർഷം 2007 ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്കിംഗ് സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ച വർഷം 2007 ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ മിൽക്ക് ATM സ്ഥാപിച്ചത് ഗുജറാത്ത് സംസ്ഥാനത്തിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മിൽക്ക് ATM സ്ഥാപിച്ചത് ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്തിലാണ്. സുവർണ ക്ഷേത്രം എവിടെയാണ്? അമൃത്സറിലാണ്. സുവർണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അമൃത്സറിലാണ്. ഗുജറാത്തിന്റെ തലസ്ഥാനമായ ആസൂത്രിത നഗരം ഗാന്ധിനഗർ ആണ്. ഗുജറാത്തിന്റെ തലസ്ഥാനമായ ആസൂത്രിത നഗരം ഗാന്ധിനഗർ. സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെയുള്ള ഗ്രഹം നെപ്റ്റ്യൂൺ ആണ്. സൂര്യനിൽ നിന്നും ഏറ്റവും അകലെയുള്ള ഗ്രഹം നെപ്റ്റ്യൂൺ ആണ്. ഉറുമ്പുകളെ കുറിച്ചുള്ള പഠനമാണ് ഫോർമിക്കോളജി. ഉറുമ്പുകളെ കുറിച്ചുള്ള പഠനം ഫോർമിക്കോളജി ആണ്.
ഉടുമ്പൻചോല ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിൽ. ഉടുമ്പൻചോല സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ലയാണ്. ഋഗ്വേദ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാമൂർത്തി ഇന്ദ്രനാണ്. ഋഗ്വേദ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാമൂർത്തി ഇന്ദ്രൻ. എത്രാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഒറീസയുടെ പേര് ഒഡീഷ എന്ന് ആക്കിയത്? 96ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം. എത്രാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഒറീസയുടെ പേര് ഒഡീഷ എന്ന് മാറ്റിയത്? 96ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം. എവിടുത്തെ ന്യൂസ് ഏജൻസിയാണ് ബർനാമ? ഇറാനിലെ. എവിടുത്തെ ന്യൂസ് ഏജൻസിയാണ് ബർനാമ? ഇറാൻ. എത്യോപ്യയുടെ തലസ്ഥാനം ആഡിസ് അബാബയാണ്. എത്യോപ്യയുടെ തലസ്ഥാനം ആഡിസ് അബാബ. ഏറ്റവും പുരാതനമായ വേദമാണ് ഋഗ്വേദം. ഏറ്റവും പുരാതനമായ വേദം ഋഗ്വേദമാണ്. ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശാണ്. ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശ്. ഏറ്റവും കൂടുതൽ കാഠിന്യമുള്ള പദാർത്ഥം വജ്രമാണ്. ഏറ്റവും കൂടുതൽ കാഠിന്യമുള്ള പദാർത്ഥം വജ്രം. ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ് ട്രക്കോമ? കണ്ണിനെ ബാധിക്കുന്ന രോഗം. ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ് ട്രക്കോമ? കണ്ണ്. ഏത് ഗ്രന്ഥിയുടെ പ്രവർത്തന വൈകല്യം മൂലമാണ് പ്രമേഹം ഉണ്ടാകുന്നത്? ആഗ്നേയ ഗ്രന്ഥിയുടെ പ്രവർത്തന വൈകല്യം മൂലം. ഏത് ഗ്രന്ഥിയുടെ പ്രവർത്തന വൈകല്യം മൂലമാണ് പ്രമേഹം ഉണ്ടാകുന്നത്? ആഗ്നേയ ഗ്രന്ഥിയുടെ. ഏത് മൂലകം ചേർന്ന ലോഹസങ്കരമാണ് അമാൽഗം? മെർക്കുറി. ഏത് മൂലകം ചേർന്ന ലോഹസങ്കരമാണ് അമാൽഗം? മെർക്കുറി ചേർന്ന. ഒരു കുരുവിയുടെ പതനം ആരുടെ ആത്മകഥയാണ്? സലീം അലിയുടെ ആത്മകഥ. ഒരു കുരുവിയുടെ പതനം ആരുടെ ആത്മകഥയാണ്? സലീം അലിയുടെ. ഒരു ക്വിന്റൽ എത്ര കിലോഗ്രാം ആണ്? 100 കിലോഗ്രാം. ഒരു ക്വിന്റൽ എത്ര കിലോഗ്രാം ആണ്? 100. കുന്ദ്രേമുഖ് അയൺ ഓർ പ്രോജക്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടകമാണ്. കുന്ദ്രേമുഖ് അയൺ ഓർ പ്രോജക്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടകമാണ്. ഖരാവസ്ഥയിൽ നിന്നും ദ്രാവകമാകാതെ നേരിട്ട് വാതകമാകുന്ന പ്രക്രിയയാണ് സബ്ലിമേഷൻ. പദാർത്ഥങ്ങൾ ഖരാവസ്ഥയിൽ നിന്നും ദ്രാവകമാകാതെ നേരിട്ട് വാതകമാകുന്ന പ്രക്രിയയാണ് സബ്ലിമേഷൻ. ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഭൂപടത്തിൽ വരയ്ക്കുന്ന രേഖയാണ് കോണ്ടൂർ രേഖ. ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഭൂപടത്തിൽ വരയ്ക്കുന്ന രേഖയാണ് കോണ്ടൂർ രേഖ. വാക്കുകളുടെ ഉത്ഭവത്തെയും വികാസത്തെയും കുറിച്ചുള്ള പഠനമാണ് എറ്റിമോളജി. വാക്കുകളുടെ ഉത്ഭവത്തെയും വികാസത്തെയും കുറിച്ചുള്ള പഠനമാണ് എറ്റിമോളജി. ഓസോൺ പാളിയുടെ കട്ടി അളക്കുന്ന യൂണിറ്റാണ് ഡോപ്സൺ യൂണിറ്റ്. ഓസോൺ പാളിയുടെ കട്ടി അളക്കുന്ന യൂണിറ്റാണ് ഡോപ്സൺ യൂണിറ്റ്. വാദം ബാധിക്കുന്ന ശരീരഭാഗം സന്ധികളാണ്. വാദം ബാധിക്കുന്ന ശരീരഭാഗം സന്ധികൾ. വിനയപത്രിക രചിച്ചത് തുളസീദാസ് ആണ്. വിനയപത്രിക രചിച്ചത് തുളസീദാസ്. വിമാനം കണ്ടുപിടിച്ചത് റൈറ്റ് ബ്രദേഴ്സ് ആണ്. വിമാനം കണ്ടുപിടിച്ചത് റൈറ്റ് ബ്രദേഴ്സ്. വിശ്വഭാരതി സർവകലാശാലയുടെ സ്ഥാപകൻ ടാഗോർ ആണ്. വിശ്വഭാരതി സർവകലാശാല സ്ഥാപകൻ ടാഗോർ. വിഡ്ഢികളുടെ ദിനം ഏപ്രിൽ 1 ആണ്. വിഡ്ഢികളുടെ ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 1 ആണ്. കൽപ്പാക്കം ഏത് നിലയിലാണ് പ്രസിദ്ധം? അണുശക്തി നിലയം. കൽപ്പാക്കത്ത് സ്ഥിതി ചെയ്യുന്നത് അണുശക്തി നിലയമാണ്. കലിംഗ പ്രൈസ് ഏത് രംഗത്തെ മികവിന് അംഗീകാരം നൽകുന്നതാണ്? ശാസ്ത്രത്തെ ജനപ്രിയമാക്കുന്നതിന്. കലിംഗ പ്രൈസ് ഏത് രംഗത്തെ മികവിനെ അംഗീകരിക്കാനാണ് നൽകുന്നത്? ശാസ്ത്രത്തെ ജനപ്രിയമാക്കുന്നതിന്. ശകവർഷത്തിലെ ആദ്യ മാസം ചൈത്രമാണ്. ശകവർഷത്തിലെ ആദ്യ മാസം ചൈത്രം. കാനഡയുടെ തലസ്ഥാനം ഒട്ടാവയാണ്. കാനഡയുടെ തലസ്ഥാനമാണ് ഒട്ടാവ.
കാലാവസ്ഥയെക്കുറിച്ചുള്ള പഠനമാണ് മീറ്റിയറോളജി. കാലാവസ്ഥയെക്കുറിച്ചുള്ള പഠനമാണ് മീറ്റിയറോളജി. കാസിരംഗ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? അസമിലാണ്. കാസിരംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് അസം സംസ്ഥാനത്തിലാണ്. സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഏത് രാജ്യത്താണ് സ്ഥാപിച്ചിരിക്കുന്നത്? USA. സ്റ്റാച്യു ഓഫ് ലിബർട്ടി സ്ഥാപിച്ചിരിക്കുന്ന രാജ്യം USA ആണ്. കുച്ചിപ്പുടി ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? ആന്ധ്രാപ്രദേശിന്റെ. കുച്ചിപ്പുടി ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? ആന്ധ്രാപ്രദേശ്. കുന്തലത രചിച്ചത് അപ്പു നെടുങ്ങാടിയാണ്. കുന്തലത രചിച്ചത് അപ്പു നെടുങ്ങാടി. സമാധാനത്തിന്റെ മനുഷ്യൻ എന്നറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയാണ്. സമാധാനത്തിന്റെ മനുഷ്യൻ എന്നറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയാണ്. സമാധാനത്തിന്റെ ചിഹ്നം പ്രാവ്. സമാധാനത്തിന്റെ ചിഹ്നമായി അറിയപ്പെടുന്ന പക്ഷിയാണ് പ്രാവ്. സരസദ്രുതകവി കിരീടമണി എന്നറിയപ്പെട്ടത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. സരസദ്രുതകവി കിരീടമണി എന്നറിയപ്പെട്ടത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. സാരേ ജഹാംസെ അച്ച രചിച്ചത് മുഹമ്മദ് ഇക്ബാൽ ആണ്. സാരേ ജഹാംസെ അച്ച രചിച്ചത് മുഹമ്മദ് ഇക്ബാൽ. സാംബിയയുടെ തലസ്ഥാനം ലുസാക്കയാണ്. സാംബിയയുടെ തലസ്ഥാനം ലുസാക്ക. സിക്കിമിന്റെ തലസ്ഥാനം ഗാംഗ്ടോക്ക്. സിക്കിമിന്റെ തലസ്ഥാനമാണ് ഗാംഗ്ടോക്ക്. സിഖ് മതം സ്ഥാപിച്ചത് ഗുരു നാനാക്ക് ആണ്. സിഖ് മതം സ്ഥാപിച്ചത് ഗുരു നാനാക്ക്. സ്ത്രീകൾക്ക് നിർബന്ധിത സൈനിക സേവനം വ്യവസ്ഥ ചെയ്യുന്ന ഏക രാജ്യം ഇസ്രായേലാണ്. സ്ത്രീകൾക്ക് നിർബന്ധിത സൈനിക സേവനം വ്യവസ്ഥ ചെയ്യുന്ന ഏക രാജ്യം ഇസ്രായേൽ. സ്ത്രീകൾക്കെതിരായ വിവേചനം ഇല്ലാതാക്കാൻ 1986 പാസാക്കിയ നിയമം സ്ത്രീധന നിരോധന നിയമമാണ്. സ്ത്രീകൾക്കെതിരായ വിവേചനം ഇല്ലാതാക്കാൻ 1986 പാസാക്കിയ നിയമമാണ് സ്ത്രീധന നിരോധന നിയമം. സ്കർവി എന്ന രോഗം ഏതു വിറ്റാമിന്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്? വിറ്റാമിൻ സിയുടെ. സ്കർവി എന്ന രോഗം ഏത് വിറ്റാമിന്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്? വിറ്റാമിൻ സിയുടെ കുറവ് മൂലം. സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് ലെനാക്ക് ആണ്. സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് റെനെ ലെനക്ക്. ഹർഷചരിതം രചിച്ചത് ബാണഭട്ടനാണ്. ഹർഷചരിതം രചിച്ചത് ബാണഭട്ടൻ. ഖാനയുടെ തലസ്ഥാനം അക്ര. ഖാനയുടെ തലസ്ഥാനമാണ് അക്ര. ഹിന്ദുസ്ഥാൻ മെഷീൻ ടൂൾസ് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്. ഹിന്ദുസ്ഥാൻ മെഷീൻ ടൂൾസ് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ. ഹിറ്റ്ലർ ഫ്യൂറർ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച വർഷം 1934 ആണ്. ഹിറ്റ്ലർ ഫ്യൂറർ അല്ലെങ്കിൽ സർവാധികാരി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച വർഷം 1934 ആണ്. ഹിറ്റ്ലർ ഫ്യൂറർ അഥവാ സർവാധികാരി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച വർഷം 1934 ആണ്. ഹൃദയത്തിന്റെ ആകൃതിയിലുള്ള തടാകം എവിടെയാണ്? മേപ്പാടി. ഹൃദയത്തിന്റെ ആകൃതിയിലുള്ള തടാകം എവിടെയാണ്? മേപ്പാടിയിൽ. ഹംഗറിയുടെ തലസ്ഥാനം ബുഡാപെസ്റ്റ് ആണ്. ഹംഗറിയുടെ തലസ്ഥാനം ബുഡാപെസ്റ്റ്. ഹ്യൂഗോ ഡിവ്രിസ് മ്യൂട്ടേഷൻ സിദ്ധാന്തം പ്രസിദ്ധീകരിച്ച വർഷം 1901 ആണ്. ഹ്യൂഗോ ഡിവ്രിസ് മ്യൂട്ടേഷൻ സിദ്ധാന്തം പ്രസിദ്ധീകരിച്ച വർഷം 1901. ചരിഞ്ഞ ഗോപുരം സ്ഥിതി ചെയ്യുന്നത് പിസയിലാണ്. ചരിഞ്ഞ ഗോപുരം സ്ഥിതി ചെയ്യുന്നത് പിസ. ചാവുകടലിലെ ഉപ്പിന്റെ ശതമാനം 24 ആണ്. ചാവുകടലിലെ ഉപ്പിന്റെ ശതമാനം 24. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് ലാൽ ബഹാദൂർ ശാസ്ത്രിയാണ്. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് ലാൽ ബഹാദൂർ ശാസ്ത്രി.
പെനാൽറ്റി കോർണർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫീൽഡ് ഹോക്കി. പെനാൽറ്റി കോർണർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫീൽഡ് ഹോക്കി. ക്രെംലിൻ എവിടെയാണ്? മോസ്കോയിൽ. ക്രെംലിൻ എവിടെയാണ്? മോസ്കോയിൽ. മെർസ് രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് സൗദി അറേബ്യയിലാണ്. മെർസ് രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് സൗദി അറേബ്യയിൽ. ഐക്യരാഷ്ട്രസഭാ ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ 24 ഐക്യരാഷ്ട്രസഭാ ദിനം ഒക്ടോബർ 24. ഷെർലക് ഹോംസ് എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ആർതർ കോനൻ ഡോയൽ ആണ്. ഷെർലക് ഹോംസ് എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ആർതർ കോനൻ ഡോയൽ. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് എവിടെയാണ്? ഭോപ്പാലിൽ. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് സ്ഥിതി ചെയ്യുന്നത് ഭോപ്പാലിലാണ്. സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നത്? ശ്രീകാര്യത്ത്. സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ശ്രീകാര്യത്താണ്. ടാക്സോണമിയുടെ പിതാവ് കാൾ ലിനേയസ് ആണ്. ടാക്സോണമിയുടെ പിതാവ് കാൾ ലിനേയസ്. ചെസ്സിൽ ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടിയ ആദ്യ ഇന്ത്യൻ താരം വിശ്വനാഥൻ ആനന്ദാണ്. ചെസ്സിൽ ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടിയ ആദ്യത്തെ ഇന്ത്യൻ താരം വിശ്വനാഥൻ ആനന്ദ്. ജെറ്റ് വിമാനം പറത്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിതാ കമാൻഡർ ആണ് സൗദാമിനി ദേശ്മുഖ്. ജെറ്റ് വിമാനം പറത്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിതാ കമാൻഡർ ആണ് സൗദാമിനി ദേശ്മുഖ്. ഡ്രൈ ഐസ് എന്നറിയപ്പെടുന്നത് ഖരാവസ്ഥയിലുള്ള കാർബൺ ഡയോക്സൈഡിനെയാണ്. ഡ്രൈ ഐസ് എന്നറിയപ്പെടുന്നത് ഖരാവസ്ഥയിലുള്ള കാർബൺ ഡയോക്സൈഡ്. മൈക്രോഫോണിൽ നടക്കുന്ന ഊർജമാറ്റം വൈദ്യുതോർജം ശബ്ദോർജമായി മാറുന്നു. മൈക്രോഫോണിൽ നടക്കുന്ന ഊർജമാറ്റം വൈദ്യുതോർജത്തെ ശബ്ദോർജമാക്കി മാറ്റുന്നു. ടെലിസ്കോപ്പിന്റെ സഹായത്തോടെ കണ്ടെത്തിയ ആദ്യ ഗ്രഹം യുറാനസ് ആണ്. ടെലിസ്കോപ്പിന്റെ സഹായത്തോടെ കണ്ടെത്തിയ ആദ്യത്തെ ഗ്രഹം യുറാനസ് ആണ്. ടെലിവിഷൻ കണ്ടുപിടിച്ചത് ജോൺ ബേർഡ്. ടെലിവിഷൻ കണ്ടുപിടിച്ചത് ജോൺ ബേർഡ് ആണ്. ഇന്ത്യയിൽ സ്വർണം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം കർണാടകമാണ്. ഇന്ത്യയിൽ സ്വർണം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം കർണാടകം. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയമായ നിശബ്ദ സിനിമയാണ് രാജാ ഹരിശ്ചന്ദ്ര. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയമായ നിശബ്ദ സിനിമയാണ് രാജാ ഹരിശ്ചന്ദ്ര. ആദ്യത്തെ വേദമാണ് ഋഗ്വേദം. ആദ്യത്തെ വേദം ഋഗ്വേദമാണ്. ഇന്ത്യൻ ബഡ്ജറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് PC മഹലനോബിസിനെയാണ്. ഇന്ത്യൻ ബഡ്ജറ്റിന്റെ പിതാവ് PC മഹലനോബിസ്. നാരങ്ങയിലും ഓറഞ്ചിലും അടങ്ങിയിരിക്കുന്ന അമ്ലം സിട്രിക് അമ്ലമാണ്. നാരങ്ങയിലും ഓറഞ്ചിലും അടങ്ങിയിരിക്കുന്ന അമ്ലം സിട്രിക് അമ്ലമാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിൽ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രഫി സ്ഥിതി ചെയ്യുന്നത് പനാജിയിലാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രഫി സ്ഥിതി ചെയ്യുന്നത് പനാജിയിലാണ്. നാഷണൽ ഡിഫൻസ് അക്കാഡമി സ്ഥിതി ചെയ്യുന്നത് ഖടക് വാസിലയിൽ. നാഷണൽ ഡിഫൻസ് അക്കാഡമി എവിടെയാണ്? ഖടക് വാസില. ന്യൂമിസ്മാറ്റിക്സ് എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? നാണയത്തെക്കുറിച്ചുള്ള പഠനം. ന്യൂമിസ്മാറ്റിക്സ് എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? നാണയം. പട്ട്, കളിമൺ പാത്രങ്ങൾ എന്നിവ ആദ്യമായി ഉപയോഗിച്ച രാജ്യം ചൈനയാണ്. പട്ട്, കളിമൺ പാത്രങ്ങൾ എന്നിവ ആദ്യമായി ഉപയോഗിച്ച രാജ്യം ചൈന. പറങ്കിപ്പടയാളി രചിച്ചത് സർദാർ KM പണിക്കരാണ്. പറങ്കിപ്പടയാളി രചിച്ചത് സർദാർ KM പണിക്കരാണ്. പിറവി എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകൻ ഷാജി N കരുണാണ്. പിറവി എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകൻ ഷാജി N കരുൺ. പുൽത്തുമ്പിലൂടെ അധികമുള്ള ജലം സസ്യശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്ന പ്രവർത്തനമാണ് ഗട്ടേഷൻ. പുൽത്തുമ്പിലൂടെ അധികമുള്ള ജലം സസ്യശരീരത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്ന പ്രവർത്തനമാണ് ഗട്ടേഷൻ. പുരാണ പ്രകാരം കേരളത്തെ
കടൽ മാറ്റി സൃഷ്ടിച്ചത് പരശുരാമനാണ്. പുരാണ പ്രകാരം കേരളത്തെ കടൽ മാറ്റി സൃഷ്ടിച്ചത് പരശുരാമൻ. ഫാക്ടം ഫോസിന്റെ രാസനാമം അമോണിയം കാർബണേറ്റ് എന്നാണ്. ഫാക്ടം ഫോസിന്റെ രാസനാമമാണ് അമോണിയം കാർബണേറ്റ്. ഫിലിപ്പൈൻസിന്റെ തലസ്ഥാനം മനിലയാണ്. ഫിലിപ്പൈൻസിന്റെ തലസ്ഥാനം മനില. ബച്ചാവത് റിപ്പോർട്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പത്രപ്രവർത്തകരുടെ വേതനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ബച്ചാവത് റിപ്പോർട്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പത്രപ്രവർത്തകരുടെ വേതനം. ഭൂമിയുടെ കോൾഡ് സ്റ്റോറേജ് എന്നറിയപ്പെടുന്ന വൻകരയാണ് അന്റാർട്ടിക്ക. ഭൂമിയുടെ കോൾഡ് സ്റ്റോറേജ് എന്നറിയപ്പെടുന്ന വൻകരയാണ് അന്റാർട്ടിക്ക. ഭൂട്ടാന്റെ തലസ്ഥാനം തിമ്പു ആണ്. ഭൂട്ടാന്റെ തലസ്ഥാനം തിമ്പു. പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത് ശുക്രനാണ്. പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത് ശുക്രൻ. പ്രസാർ ഭാരതി ആക്ടിനെ കുറിച്ച് പഠിക്കാൻ 1995 നിയോഗിക്കപ്പെട്ട കമ്മിറ്റിയാണ് സെൻഗുപ്ത കമ്മിറ്റി. പ്രസാർ ഭാരതി ആക്ടിനെ കുറിച്ച് പഠിക്കാൻ 1995 നിയോഗിക്കപ്പെട്ട കമ്മിറ്റിയാണ് സെൻഗുപ്ത കമ്മിറ്റി. ട്രക്കോമ എന്തിനെ ബാധിക്കുന്ന അസുഖമാണ്? കണ്ണ്. ട്രക്കോമ എന്തിനെ ബാധിക്കുന്ന അസുഖമാണ്? കണ്ണിനെ. 1215 ജൂൺ 15 പ്രാധാന്യം മാഗ്ന കാർട്ട ഒപ്പുവെച്ച വർഷമാണ് 1215 ജൂൺ 15. 1215 ജൂൺ 15 പ്രാധാന്യം മാഗ്ന കാർട്ട ഒപ്പുവെച്ചു. 1776 ജൂലൈ 4 പ്രാധാന്യം അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് 1776 ജൂലൈ 4 1776 ജൂലൈ 4 അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. 1939 സെപ്റ്റംബർ 1 പ്രാധാന്യം രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചു എന്നതാണ്. 1939 സെപ്റ്റംബർ 1 രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചത്. അർജന്റീനയുടെ തലസ്ഥാനം ബ്യൂണസ് അയേഴ്സ് ആണ്. അർജന്റീനയുടെ തലസ്ഥാനം ബ്യൂണസ് അയേഴ്സ്. മലമ്പുഴ അണക്കെട്ട് ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിൽ. മലമ്പുഴ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. അവശത അനുഭവിക്കുന്ന തന്റെ വിഭാഗത്തിന്റെ മോചനത്തിനായി അടിലഹള എന്നറിയപ്പെടുന്ന പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയത് പൊയ്കയിൽ കുമാര ഗുരുദേവനാണ്. അവശത അനുഭവിക്കുന്ന തന്റെ വിഭാഗത്തിന്റെ മോചനത്തിനായി അടിലഹള എന്നറിയപ്പെടുന്ന പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയത് പൊയ്കയിൽ കുമാര ഗുരുദേവനാണ്. മഹാഭാരതം രചിച്ചത് വ്യാസനാണ്. മഹാഭാരതം രചിച്ചത് വ്യാസൻ. മഹായാന ബുദ്ധമതക്കാർ ബുദ്ധനെ കണക്കാക്കിയിരുന്നത് ദൈവമായിട്ടാണ്. മഹായാന ബുദ്ധമതക്കാർ ബുദ്ധനെ കണക്കാക്കിയിരുന്നത് ദൈവമായിട്ട്. ആൽഗകൾ എവിടെ കാണപ്പെടുന്നു? ജലത്തിൽ. ആൽഗകൾ കാണപ്പെടുന്നത് ജലത്തിലാണ്. ഇന്ത്യയിൽ സായുധ സേനകളുടെ സുപ്രീം കമാൻഡർ പ്രസിഡന്റ് ആണ്. ഇന്ത്യയിൽ സായുധ സേനകളുടെ സുപ്രീം കമാൻഡർ പ്രസിഡന്റ്. മാംഗോ സിറ്റി എന്നറിയപ്പെടുന്നത് സേലമാണ്. മാംഗോ സിറ്റി എന്നറിയപ്പെടുന്നത് സേലം. മുഗൾ ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം 1526 ഒന്നാം പാനിപ്പത്ത് യുദ്ധമാണ്. മുഗൾ ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം 1526 ഒന്നാം പാനിപ്പത്ത് യുദ്ധമാണ്. മുഹമ്മദ് നബി ജനിച്ച സ്ഥലം മെക്കയാണ്. മുഹമ്മദ് നബി ജനിച്ച സ്ഥലം മെക്ക. മൂകാംബിക ക്ഷേത്രം ഏത് സംസ്ഥാനത്തിലാണ്? കർണാടകത്തിൽ. മൂകാംബിക ക്ഷേത്രം ഏത് സംസ്ഥാനത്തിലാണ്? കർണാടകത്തിൽ. അശോക ചക്രവർത്തിയുടെ തലസ്ഥാനം പാടലീപുത്രമാണ്. അശോക ചക്രവർത്തിയുടെ തലസ്ഥാനമായിരുന്നത് പാടലീപുത്രമാണ്. അശോക ചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം 24. അശോക ചക്രത്തിലെ ആരക്കാലുകൾ 24. മദർ തെരേസ ജനിച്ച രാജ്യം മുൻ യൂഗോസ്ലോവിയയിലെ മാസിഡോണിയയിലാണ് മദർ തെരേസ ജനിച്ചത്. മദർ തെരേസ ജനിച്ചത് മുൻ യൂഗോസ്ലോവിയയിലെ മാസിഡോണിയയിൽ.
ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് എവിടെയാണ്? മൈസൂരിൽ. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് സ്ഥിതി ചെയ്യുന്നത് മൈസൂരാണ്. ആരുടെ കൃതിയാണ് കണ്ണുനീർത്തുള്ളി? നാലപ്പാട്ട് നാരായണ മേനോന്റെ. ആരുടെ കൃതിയാണ് കണ്ണുനീർത്തുള്ളി? നാലപ്പാട്ട് നാരായണ മേനോന്റെ. ആവർത്തന പട്ടികയിലെ ബ്ലോക്കുകളുടെ എണ്ണം 4 ആവർത്തന പട്ടികയിലെ ബ്ലോക്കുകൾ 4. UN പതാകയിലെ ചിത്രം ഒലിവ് ശിഖരങ്ങൾക്കിടയിൽ ലോക ഭൂപടമാണ്. UN പതാകയിലെ ചിത്രം ഒലിവ് ശിഖരങ്ങൾക്കിടയിൽ ലോക ഭൂപടം. ആദ്യത്തെ വള്ളത്തോൾ അവാർഡിന് അർഹനായത് പാലാ നാരായണൻ നായരാണ്. ആദ്യത്തെ വള്ളത്തോൾ പുരസ്കാരത്തിന് അർഹനായത് പാലാ നാരായണൻ നായർ. ഈർപ്പം അളക്കുന്നതിനുള്ള ഉപകരണം ഹൈഗ്രോമീറ്റർ ആണ്. ഈർപ്പം അളക്കുന്നതിനുള്ള ഉപകരണമാണ് ഹൈഗ്രോമീറ്റർ. ഇംഗ്ലണ്ടിന്റെ പൂന്തോട്ടം എന്നറിയപ്പെടുന്നത് കെന്റ് ആണ്. ഇംഗ്ലണ്ടിന്റെ പൂന്തോട്ടം എന്നറിയപ്പെടുന്നത് കെന്റ്. ആദ്യത്തെ ലോകകപ്പ് ക്രിക്കറ്റിന് വേദിയായത് ഇംഗ്ലണ്ടാണ്. ആദ്യത്തെ ലോകകപ്പ് ക്രിക്കറ്റിന് വേദിയായത് ഇംഗ്ലണ്ട്. ഇന്ത്യയുടെ ദേശീയ പക്ഷി മയിലാണ്. ഇന്ത്യയുടെ ദേശീയ പക്ഷി മയിൽ. ഇന്ത്യ ഗേറ്റ് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ഇന്ത്യ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിൽ. ഇന്ത്യ എന്ന പേരിന് നിദാനമായ നദി സിന്ധു നദിയാണ്. ഇന്ത്യ എന്ന പേരിന് നിദാനമായ നദി സിന്ധു നദി. ഇന്ദുലേഖ രചിച്ചത് O ചന്തുമേനോനാണ്. ഇന്ദുലേഖ രചിച്ചത് O ചന്തുമേനോൻ. രക്തസമ്മർദ്ദം അളക്കുന്ന ഉപകരണമാണ് സ്ഫിഗ്മോ മാനോമീറ്റർ. രക്തസമ്മർദ്ദം അളക്കുന്ന ഉപകരണം സ്ഫിഗ്മോ മാനോമീറ്റർ ആണ്. രാമാനുജൻ ഏത് വിഷയത്തിൽ പ്രസിദ്ധനായ വ്യക്തിയാണ്? ഗണിതം. രാമാനുജൻ ഏത് വിഷയത്തിൽ പ്രസിദ്ധനാണ്? ഗണിതം. രഥോത്സവം നടക്കുന്ന ജഗന്നാഥ ക്ഷേത്രം എവിടെയാണ്? പുരിയിൽ. രഥോത്സവം നടക്കുന്ന ജഗന്നാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പുരിയിലാണ്. ഇംഗ്ലീഷ് അക്ഷരമാലാക്രമത്തിൽ ആദ്യം വരുന്ന തലസ്ഥാനം അബുദാബിയാണ്. ഇംഗ്ലീഷ് അക്ഷരമാലാക്രമത്തിൽ ആദ്യം വരുന്ന തലസ്ഥാനം അബുദാബിയാണ്. ലിത്താർജ് ഏതിന്റെ ഐരാണ്? കറുത്തീയത്തിന്റെ. ലിത്താർജ് ഏതിന്റെ ഐരാണ്? കറുത്തീയം. ലിറ്റിൽ ലാസ എന്നറിയപ്പെടുന്നത് ധർമ്മശാലയാണ്. ലിറ്റിൽ ലാസ എന്നറിയപ്പെടുന്നത് ധർമ്മശാല. ഋഗ്വേദം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് മാക്സ് മുള്ളർ ആണ്. ഋഗ്വേദം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് മാക്സ് മുള്ളർ. ഋതുസംഹാരം രചിച്ചത് കാളിദാസനാണ്. ഋതുസംഹാരം രചിച്ചത് കാളിദാസൻ. APJ അബ്ദുൽ കലാമിന് ഭാരതരത്ന ലഭിച്ച വർഷം 1997 ആണ്. APJ അബ്ദുൽ കലാമിന് ഭാരതരത്ന പുരസ്കാരം ലഭിച്ചത് 1997 എത്ര ദിവസത്തിനുള്ളിലാണ് രാജ്യസഭ ഒരു ബിൽ ലോക്സഭയിലേക്ക് പുനഃപരിഗണനയ്ക്ക് അയക്കേണ്ടത്? 14 ദിവസത്തിന് ഉള്ളിൽ. എത്ര ദിവസത്തിനുള്ളിലാണ് രാജ്യസഭ ഒരു ബിൽ ലോക്സഭയിലേക്ക് പുനഃപരിശോധനയ്ക്ക് അയക്കേണ്ടത്? 14 ദിവസത്തിനുള്ളിൽ. സലീം അലി ഏത് നിലയിലാണ് പ്രസിദ്ധൻ? പക്ഷി ശാസ്ത്രജ്ഞനാണ് സലീം അലി. സലീം അലി ഒരു പക്ഷി ശാസ്ത്രജ്ഞനായിരുന്നു. ഗാന്ധിജിയുടെ ഘാതകനാണ് നാഥുറാം വിനായക് ഗോഡ്സെ. ഗാന്ധിജിയുടെ ഘാതകൻ നാഥുറാം വിനായക് ഗോഡ്സെയാണ്. എല്ലാ ഇന്ത്യൻ കുടുംബങ്ങൾക്കും സീറോ ബാലൻസ് ബാങ്ക് അക്കൗണ്ട് തുറക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് ജൻധൻ യോജന. എല്ലാ ഇന്ത്യൻ കുടുംബങ്ങൾക്കും സീറോ ബാലൻസ് ബാങ്ക് അക്കൗണ്ട് തുറക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് ജൻധൻ യോജന. ഏറ്റവും വലിയ ആസ്റ്ററോയിഡ് ആണ് സീറിസ്. ഏറ്റവും വലിയ ആസ്റ്ററോയിഡ് ആണ് സീറിസ്. ഏറ്റവും വലിയ ഇലയുള്ളത് വിക്ടോറിയ റീജിയയാണ്. ഏറ്റവും വലിയ ഇലയുള്ളത് വിക്ടോറിയ റീജിയ. ഏറ്റവും ചെറിയ ഭൂഖണ്ഡം ഓസ്ട്രേലിയ. ഏറ്റവും ചെറിയ ഭൂഖണ്ഡം ഓസ്ട്രേലിയ. 7 കുന്നുകളുടെ നഗരം എന്നറിയപ്പെടുന്നത് റോമാണ്. 7 കുന്നുകളുടെ നഗരം റോം. ഏഷ്യൻ ഡ്രാമയുടെ കർത്താവ് ഗുണാർ മിർഡൽ ആണ്. ഏഷ്യൻ ഡ്രാമയുടെ കർത്താവ് ഗുണാർ മിർഡൽ.
ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം മനിലയാണ്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം മനില. ഏതെല്ലാം ഭാഷകൾ ചേർന്നതാണ് മണിപ്രവാളം? മലയാളവും സംസ്കൃതവും ചേർന്നതാണ് മണിപ്രവാളം. ഏതെല്ലാം ഭാഷകൾ ചേർന്നതാണ് മണിപ്രവാളം? മലയാളവും സംസ്കൃതവും. ഏത് നദിയുടെ തീരത്താണ് ആഗ്ര? യമുനയുടെ തീരത്ത്. ഏത് നദിയുടെ തീരത്താണ് ആഗ്ര? യമുനയുടെ തീരത്ത്. ഒങ്കസെ വർഗക്കാർ അധിവസിക്കുന്ന സ്ഥലം ആൻഡമാനാണ്. ഒങ്കസെ വർഗക്കാർ അധിവസിക്കുന്ന സ്ഥലം ആൻഡമാനാണ്. ഒന്നാം ലോക മഹായുദ്ധം തുടങ്ങുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നത് ഹെർബർട്ട് ഹെൻറി ആസ്ക്വിത്ത് ആണ്. ഒന്നാം ലോക മഹായുദ്ധം തുടങ്ങുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നത് ഹെർബർട്ട് ഹെൻറി ആസ്ക്വിത്ത് ആണ്. വർക്കല ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിൽ. വർക്കല സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. ഒരു മൈൽ എത്ര കിലോമീറ്റർ ആണ്? 1.609 കിലോമീറ്റർ ആണ് ഒരു മൈൽ. ഒരു മൈൽ എന്നാൽ 1.609 കിലോമീറ്റർ ആണ്. ഒറിജിൻ ഓഫ് സ്പീഷീസ് രചിച്ചത് ചാൾസ് ഡാർവിൻ ആണ്. ഒറിജിൻ ഓഫ് സ്പീഷീസ് രചിച്ചത് ചാൾസ് ഡാർവിൻ. ഒളിമ്പിക്സ് ചിഹ്നത്തിൽ എത്ര വളയങ്ങളുണ്ട്? 5. ഒളിമ്പിക്സ് ചിഹ്നത്തിൽ എത്ര വളയങ്ങളുണ്ട്? 5. കായിക പരിശീലകർക്കുള്ള ദേശീയ അവാർഡാണ് ദ്രോണാചാര്യ അവാർഡ്. കായിക പരിശീലകർക്കുള്ള ദേശീയ പുരസ്കാരമാണ് ദ്രോണാചാര്യ പുരസ്കാരം. ശാസ്താംകോട്ട തടാകം ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിൽ. ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. വിലക്കപ്പെട്ട നഗരം എന്നറിയപ്പെടുന്നത് ലാസയാണ്. വിലക്കപ്പെട്ട നഗരം ലാസ. വിളക്കേന്തിയ വനിത എന്നറിയപ്പെട്ടത് ഫ്ലോറൻസ് നൈറ്റിംഗേൾ ആണ്. വിളക്കേന്തിയ വനിത എന്നറിയപ്പെട്ടത് ഫ്ലോറൻസ് നൈറ്റിംഗേൾ. വിജയവാഡ ഏത് നദിയുടെ തീരത്താണ്? കൃഷ്ണ നദിയുടെ തീരത്ത്. വിജയവാഡ ഏത് നദിയുടെ തീരത്താണ്? കൃഷ്ണയുടെ തീരത്ത്. ഒരേ സമയം ആസിഡിന്റെയും ക്ഷാരത്തിന്റെയും സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന പദാർത്ഥങ്ങൾക്കുള്ള പേരാണ് ആംഫോടെറിക്. ഒരേ സമയം ആസിഡിന്റെയും ക്ഷാരത്തിന്റെയും സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന പദാർത്ഥങ്ങൾക്ക് പറയുന്ന പേരാണ് ആംഫോടെറിക്. വഡോദരയുടെ പഴയ പേര് ബറോഡ എന്നാണ്. വഡോദരയുടെ പഴയ പേരാണ് ബറോഡ. കണ്ണിന്റെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ വിറ്റാമിൻ ആണ് വിറ്റാമിൻ എ. കണ്ണിന്റെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ വിറ്റാമിൻ എ ആണ്. കംബൂച്ചിയയുടെ പുതിയ പേര് കംബോഡിയ എന്നാണ്. കംബൂച്ചിയയുടെ പുതിയ പേര് കംബോഡിയ. കരുണ എന്ന കൃതി രചിച്ചത് കുമാരനാശാനാണ്. കരുണ രചിച്ചത് കുമാരനാശാൻ. കവിയുടെ കാൽപ്പാടുകൾ ആരുടെ ആത്മകഥയാണ്? പി. കുഞ്ഞിരാമൻ നായരുടെ. കവിയുടെ കാൽപ്പാടുകൾ ആരുടെ ആത്മകഥയാണ്? പി. കുഞ്ഞിരാമൻ നായരുടെ. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ പട്ടണം ആലപ്പുഴയാണ്. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ പട്ടണം ആലപ്പുഴയാണ്. കുട്ടംകുളം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ക്ഷേത്രം കൂടൽമാണിക്യം ക്ഷേത്രമാണ്. കുട്ടംകുളം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ക്ഷേത്രമാണ് കൂടൽമാണിക്യം ക്ഷേത്രം. കുളു താഴ്വര ഏത് സംസ്ഥാനത്താണ്? ഹിമാചൽ പ്രദേശിലാണ്. കുളു താഴ്വര ഏത് സംസ്ഥാനത്താണ്? ഹിമാചൽ പ്രദേശിൽ. കുഷ്ഠരോഗമുണ്ടാക്കുന്ന അണു മൈക്കോബാക്ടീരിയം ലെപ്രയാണ്. കുഷ്ഠരോഗമുണ്ടാക്കുന്ന അണു മൈക്രോബാക്ടീരിയം ലെപ്രെ. കുടൽ കമ്മീഷൻ എന്തിനെ കുറിച്ചാണ് അന്വേഷിച്ചത്? ഗാന്ധി സ്മാരക നിധിയുടെ പ്രവർത്തനം. കുടൽ കമ്മീഷൻ എന്തിനെ കുറിച്ചാണ് അന്വേഷിച്ചത്? ഗാന്ധി സ്മാരക നിധിയുടെ പ്രവർത്തനം. കുവൈറ്റിലെ നാണയം കുവൈറ്റി ദിനാർ ആണ്. കുവൈറ്റിലെ നാണയം കുവൈറ്റി ദിനാർ. ക്യൂബയുടെ തലസ്ഥാനം ഹവാനയാണ്. ക്യൂബയുടെ തലസ്ഥാനം ഹവാന. സർഗാസോ കടൽ ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ്? അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഭാഗം. സർഗാസോ കടൽ ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ്? അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഭാഗം. ഗളിവറുടെ സഞ്ചാര കഥകൾ രചിച്ചത് ജോനാഥൻ സ്വിഫ്റ്റ് ആണ്. ഗളിവറുടെ സഞ്ചാര കഥകൾ രചിച്ചത് ജോനാഥൻ സ്വിഫ്റ്റ്. സാത്താനിക് വേഴ്സസ് രചിച്ചത് സൽമാൻ റുഷ്ദിയാണ്. സാത്താനിക് വേഴ്സസ് രചിച്ചത് സൽമാൻ റുഷ്ദി.